മഴയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന അപ്ഡേറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് ഇന്ന് ഓറഞ്ച് അലർട്ട്. വയനാട്, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മറ്റു ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പില്ല. വരും ദിവസങ്ങളിലും മഴ കുറയാനാണ് സാധ്യത. ദൃശ്യ പുതിയടത്ത് വിവരങ്ങൾ നൽകാനായി ചേരുന്നു കോഴിക്കോട് നിന്ന്. ദൃശ്യ, മഴയുടെ ശക്തി കുറഞ്ഞു വരികയാണെന്നുള്ള സൂചനകളാണോ ലഭിക്കുന്നത്? ഇന്ന് രാവിലെ മുതൽ തന്നെ മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു രണ്ട് ജില്ലകളിൽ മാത്രമാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് ഉള്ളത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വയനാട്, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ നിന്ന് മഴ മുന്നറിയിപ്പുകളൊന്നും നൽകിയിട്ടില്ല. എങ്കിൽ പോലും ഈ കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നതുകൊണ്ട് തന്നെ മലയോര മേഖലകളിലും ഇതുകൂടാതെ തീരപ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തീരദേശ മേഖലകളിലുള്ളവർ, മത്സ്യബന്ധനത്തിന് പോകുന്നവരൊക്കെ കനത്ത ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കേരള തീരത്ത് ഇന്ന് വരെയാണ് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. മറ്റുള്ള വരും ദിവസങ്ങളിൽ മഴ കുറയാനാണ് സാധ്യതയുള്ളത്. എങ്കിൽ പോലും വരും ദിവസങ്ങളിലെ കാലാവസ്ഥ അനുസരിച്ചായിരിക്കും മറ്റ് മത്സ്യബന്ധനത്തിലുള്ള വിലക്കും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുക. ഇതുകൂടാതെ മലയോര മേഖലകളിൽ ഇപ്പോഴും പലയിടങ്ങളിലും മഴ ശക്തമായി തന്നെ തുടരുന്ന സ്ഥലങ്ങളുണ്ട്. ഈ താമരശ്ശേരി പോലുള്ള ഭാഗങ്ങളിൽ രാവിലെ മുതൽ തന്നെ മഴ ശക്തമായി തുടരുന്നുണ്ട്. കോഴിക്കോട് നഗരപ്രദേശങ്ങളിലൊന്നും തന്നെ രാവിലെ മഴ കാര്യമായി പെയ്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ കുട്ടനാടൻ താലൂക്കിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. മറ്റ് മഴ കാര്യമായി എവിടെയും പെയ്യുന്നില്ല. മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും മലയോര തീരദേശ മേഖലകളിലുള്ളവർ കൃത്യമായി ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് മുന്നോട്ട് പോകണം. ജിൽസി.